ലോകത്ത് പല ജീവികളും വ്യത്യസ്തമായ ശബ്ദമുണ്ടാക്കുന്നവയാണ്. എന്നാൽ ഇക്കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ഉയർന്ന തോതിൽ ശബ്ദമുണ്ടാക്കുന്നത്? നീലത്തിമിംഗലമാണെന്ന് ഒരുപക്ഷെ തോന്നാമെങ്കിലും ഭൂമിയിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് മറ്റൊരു കൂട്ടം തിമിംഗലങ്ങളാണ്, സ്പേം തിമിംഗലങ്ങൾ. ജലം വായുവിനേക്കാൾ സാന്ദ്രത കൂടിയതാണ്. അതിനാൽ തന്നെ ശബ്ദം ജലത്തിൽ വേഗത്തിൽ യാത്ര ചെയ്യും. ജലത്തിൽ സ്പേം തിമിംഗലങ്ങൾ 236 ഡെസിബിൾ ശബ്ദമുണ്ടാക്കും. ഇത് വായുവിൽ 174.5 ഡെസിബിളിന് തത്തുല്യമാണ്. ഒരു സ്പേം തിമിംഗലം വായുവിൽ പറക്കുകയാണെങ്കിൽ ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ശബ്ദം ഇതുണ്ടാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. നീലത്തിമിംഗലങ്ങൾ 188 ഡെസിബിൾ ശബ്ദമാണ് കടലിനടിയിൽ ഉണ്ടാക്കുന്നത്. ഹെർമൻ മെവില്ല രചിച്ച മോബി ഡിക് എന്ന ക്ലാസിക്കൽ നോവൽ വായിച്ചവരാരും മോബി ഡിക് എന്ന തിമിംഗലത്തെയും മറക്കാനിടയില്ല. തിമിംഗല വേട്ടയുടെ കഥ പറയുന്ന ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് മോബി ഡിക്. സ്പേം തിമിംഗല വിഭാഗത്തിൽപ്പെടുന്ന വെള്ളിത്തിമിംഗലം. ചാരനിറത്തിൽ അരണ്ട പുള്ളിയോട് കൂടെയുള്ള ശരീരമുള്ള സ്പേം തിമിംഗലങ്ങൾ അപൂർവമായി മാത്രം വേട്ടയാടപ്പെടുന്നവയാണ്. ഈ വിഭാഗത്തിലെ തന്നെ അത്യപൂർവമായ ഇനമാണ് വെള്ള സ്പേം തിമിംഗലങ്ങൾ. മോബി ഡിക് എഴുതിയ കാലഘട്ടത്തിൽ തിമിംഗല വേട്ട വ്യാപകമായിരുന്നു. തിമിംഗലത്തിന്റെ ബ്ലബർ എന്ന ഭാഗത്തു നിന്നുള്ള എണ്ണ അക്കാലത്ത് ദീപങ്ങളിലും മറ്റും ഉപയോഗിക്കാനായി വൻ പൊതുജനാവശ്യമുണ്ടായിരുന്ന ഉൽപ്പന്നമായിരുന്നു. ഇതിനായി സാഹസികർ വൻതോതിൽ തിമിംഗലങ്ങളെ വേട്ടയാടി. സ്പേം തിമിംഗലങ്ങളുടെ എണ്ണയ്ക്ക് നിലവാരം കൂടുതലായതിനാൽ ഇവയായിരുന്നു വേട്ടക്കാരുടെ പ്രധാന ലക്ഷ്യം. പിൽക്കാലത്ത് തിമിംഗല എണ്ണയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞതോടെ വേട്ടയും കുറഞ്ഞു. എന്നാൽ ഇന്നും സമുദ്ര മലിനീകരണവും കപ്പലപകടങ്ങളും നിമിത്തം ഒട്ടേറെ സ്പേം തിമിംഗലങ്ങൾ ലോകമെമ്പാടും കൊല്ലപ്പെടുന്നുണ്ട്. 1851 നവംബർ 14 പ്രസിദ്ധീകരിക്കപ്പെട്ട മോബി ഡിക് എന്ന നോവൽ അതെഴുതിയ ഹെർമൻ മെവില്ലയുടെ മരണം വരെ തീരെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. എന്നാൽ മെവില്ലയുടെ മരണശേഷം 20-ാം നൂറ്റാണ്ടിൽ ഈ നോവലിന് ആരാധകരേറുകയും ചൂടപ്പം പോലെ കോപ്പികൾ വിറ്റുപോവുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.